അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലിക്കായി ഏറെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകൾക്കും തമിഴ് സിനിമാ ലോകം ആഘോഷമാക്കിയ കാഴ്ചയാണ് നാം കണ്ടത്. ഫാൻസ് അസോസിയേഷൻ പിരിച്ചുവിട്ടെങ്കിലും AK ചിത്രങ്ങൾക്ക് ഇപ്പോഴും വൻ വരവേൽപ്പാണ് തമിഴ്നാട്ടിൽ ഉടനീളം ലഭിക്കുന്നത്. പക്ഷേ ഇത്തവണ ചെറിയൊരു മാറ്റമുണ്ട്. ഫാൻസിനായി അതിരാവിലെ തിയേറ്ററുകളിൽ പ്രത്യേക ഷോകൾ ഗുഡ് ബാഡ് അഗ്ലിക്കില്ല. ഗുഡ് ബാഡ് അഗ്ലിയുടെ പ്രദർശനം രാജ്യത്തുടനീളം രാവിലെ 9 മണിയോടെയാണ് ആരംഭിക്കുക. തമിഴ്നാട്ടിൽ രാവിലെ 9 മണിക്ക് ശേഷം മാത്രമായിരിക്കും സിനിമകളുടെ ഷോകൾ ആരംഭിക്കുന്നതിന് അനുമതിയുള്ളൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായി നമ്മൾ ഇങ്ങനെയല്ല കണ്ടിരിക്കുന്നത്. തമിഴ് സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ തമിഴ്നാട്ടിൽ 9 മണിക്കും മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിനു മുമ്പും ആരംഭിക്കുകയാണ് പതിവ് കാഴ്ച. എന്നാൽ ഗുഡ് ബാഡ് അഗ്ലി ഒന്ന് ശൈലി മാറ്റിപ്പിടിച്ചാണ് എത്തുന്നത്. ചിത്രം ആദിക് രവിചന്ദ്രനാണ് സംവിധാനം ചെയ്യുന്നത്. ഗുഡ് ബാഡ് അഗ്ലി സിനിമയുടെ OTT റൈറ്റ്സ് വിറ്റുപോയിട്ടുണ്ട്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT ഡീൽ സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. വൻതുകയ്ക്ക് അജിത് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് ആണ് നേടിയിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ചിത്രത്തിന്റെ OTT അവകാശം നെറ്റ്ഫ്ലിക്സ് 95 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയതായാണ് കണക്കുകൾ പറയുന്നത്. അജിത് കുമാറിന്റെ ഒരു ആക്ഷൻ കോമഡി ചിത്രമാകുമോ എന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് ആരാധകർക്കുള്ളത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് തൃഷയാണ്. അജിത് കുമാർ നായകനായ ഒടുവിൽ വന്നത് വിടാമുയർച്ചയാണ്. അജിത്തിന്റെ വിടാമുയർച്ചി ആഗോളതലത്തിൽ 136 കോടി മാത്രമാണ് സ്വന്തമാക്കിയത്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് അജിത് കുമാറിന്റെ വിടാമുയർച്ചി OTTയിലെത്തിയത്. OTTയിൽ മാർച്ച് 3-നാണ് ചിത്രം എത്തിയിരുന്നത്. വിടാമുയർച്ചയുടെ ബജറ്റ് ഏകദേശം 300 കോടിക്ക് മുകളിലാണെന്നും കണക്കുകൾ പറയുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.